ഇനി ഒരു ഭരണം കൂടി പിണറായിയുടെ നേതൃത്വത്തിൽ വന്നാൽ അവർ കരുതുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവില്ല, ഇടതുപക്ഷം ഉണ്ടാവില്ല. അതിന് അഴീക്കോട് മണ്ഡലം ഉൾപ്പെടെ UDFിൽ എത്തണം എന്ന് ചിന്തിക്കുന്ന നിരവധി കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അഴീക്കോട് KM ഷാജിയിലൂടെ മുസ്ലിം ലീഗ് തിരിച്ചുപിടിച്ച ഒരു മണ്ഡലമായിരുന്നു. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് KV സുമേഷിലൂടെ ഇടതുപക്ഷം തിരിച്ചെടുക്കുകയുണ്ടായി. ഇത്തവണ അത് വീണ്ടും UDF തന്നെ തിരിച്ചുപിടിക്കുമെന്നാണ് പറയുന്നത്. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേരേലിയാണ് ഇവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് കണ്ണൂർ ജില്ലക്കാർക്കും അഴീക്കോടുകാർക്കുമെല്ലാം സുപരിചിതനായ ചേലേരിയാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട്. ഇത്തവണ എങ്ങനെയാണ് വലിയ പ്രതീക്ഷ? ഇത് തിരിച്ചെടുക്കേണ്ട വലിയൊരു ദൗത്യമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ തവണ നമുക്ക് കൈവിട്ടു പോയിട്ടുള്ള ഈ നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് UDFിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് ഈ കടുത്ത വെയിലിലും കൊടിയ ചൂടിലും കർമ്മനിരതരായി UDFിൻ്റെ പ്രവർത്തകന്മാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് നല്ല ഫലപ്രാപ്തി ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. താങ്കളുടെ സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോൾ പലപ്പോഴും അഴീക്കോടിൻ്റെ വികസന പ്രശ്നങ്ങൾ പലതായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വീഡിയോ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുന്നേ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അഴീക്കോടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് UDFാണ്. അഴീക്കോട് CPMന് ഒരുപാട് MLAമാരുണ്ടായിരുന്നു. P. ദേവൂട്ടി, EP ജയരാജൻ, M. പ്രകാശ് മാസ്റ്റർ തുടങ്ങിയിട്ടുള്ള ആളുകൾ, TK ബാലൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ, അവരൊക്കെ ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ലാത്ത സമഗ്രമായിട്ടുള്ള വികസനമാണ് UDF ഈ നിയോജക മണ്ഡലം തിരിച്ചു പിടിച്ചപ്പോൾ ഉണ്ടായത്. KM ഷാജിയുടെ നേതൃത്വത്തിൽ 10 വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വികസനങ്ങൾ മാത്രമേ ഈ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ നമുക്ക് കാണാനുള്ളൂ. എന്നാൽ നിലവിലുള്ള MLA 5000-ലധികം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. സ്വാഭാവികമായും ഞങ്ങൾ പറയുന്നത് ഈ പൊള്ളയായിട്ടുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഈ കാര്യങ്ങളിൽ ജനങ്ങൾ വഞ്ചിതരാകരുത് എന്നും ഈ നിയോജക മണ്ഡലത്തിൻ്റെ വികസനത്തിന് നേതൃത്വം കൊടുത്ത UDF തന്നെ തിരിച്ചു വന്നെങ്കിൽ മാത്രമേ KM ഷാജി തുടങ്ങി വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള കർമ്മ പദ്ധതികൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഈ കഴിഞ്ഞ 5 വർഷക്കാലം നിലവിലുള്ള MLA നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ എത്രമാത്രം പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കാണുന്ന സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ. സ്വാഭാവികമായിട്ട് ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ താങ്കൾ ജനപ്രതിനിധി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ സാധ്യതയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലുള്ള വികസന പദ്ധതികളായിരിക്കും ഇവിടെ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ 1800 ദിന കർമ്മ പദ്ധതികളാണ് പ്രഖ്യാപിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൽ 1800 ദിനം എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇതുണ്ട്. അതിനൊരു മുദ്രാവാക്യം ഞങ്ങൾക്കുണ്ട്: ഒരു ദിനവും പാഴാക്കില്ല, 5 വർഷവും ഒരു ദിനവും പാഴാക്കില്ല, ഒരു വോട്ടും പാഴാക്കരുത്. അതിലൊരു അഷുറൻസ് ഉണ്ട്, അതിലൊരു മെസ്സേജ് ഉണ്ട്. അഷുറൻസ് എന്ന് പറയുന്നത് ഒരു ദിനവും പാഴാക്കില്ല എന്നുള്ള ഞങ്ങളുടെ അഷുറൻസ്. ഒരു വോട്ടും പാഴാക്കരുത് എന്നുള്ളത് ഞങ്ങൾക്ക് ജനങ്ങളോട് നൽകാനുള്ള മെസ്സേജാണ്. ഈ കർമ്മ പദ്ധതിയുടെ അടിസ്ഥാനത്തിലുള്ള മാനിഫെസ്റ്റോ തയ്യാറായി വരുന്നു. അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം അഴീക്കോട്ടാണ് വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരുള്ളത്. വിമൻസ് കോളേജ് നമുക്കറിയാം, നിരവധിയായിട്ടുള്ള കുട്ടികൾ പഠിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ ഗ്ലോബൽ ജോബ് മാർക്കറ്റിൽ എംപ്ലോയബിലിറ്റി അത് വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലുകൾ നടത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് അഴീക്കോട് ഇൻക്ലൂസീവ് ഇൻക്യുബേഷൻ സ്കിൽ ഹബ് AIIS എന്ന് പറയുന്ന ഒരു പദ്ധതി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, UDF അധികാരത്തിൽ വന്നാൽ, അഴീക്കോട്ടെ ജനങ്ങൾ UDFനെ വിജയിപ്പിച്ചെടുത്താൽ നടപ്പിലാക്കുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ട് നൽകാനുള്ളത്. മറ്റൊന്ന് സ്റ്റാർട്ടപ്പുകളുടെ എക്കോ സിസ്റ്റം നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്സ് ഇവിടെയുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി അത് മാർക്കറ്റിൽ വിപണനം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ പുതിയ സ്റ്റാർട്ടപ്പുകൾ വരണം. എംപ്ലോയർമാരെയും എംപ്ലോയീസിനെയും ഒക്കെ ആ വിധത്തിൽ കൊണ്ടുവരണം. പൈതൃകങ്ങളുടെ കലവറയാണ് ചിറക്കൽ കോവിലകം. ചിറക്കൽ കോവിലകം ഒരു മ്യൂസിയമാക്കി മാറ്റിയെടുക്കുക എന്നുള്ള വലിയ ഒരു പദ്ധതി ഞങ്ങളുടെ. അതോടൊപ്പം ടൂറിസം മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വയോജനങ്ങളുടെ ഉല്ലാസത്തിന്, മാനസിക ഉല്ലാസത്തിന് വേണ്ടി പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് സ്നേഹ വീടുകൾ
നിർമ്മിക്കുക എന്നുള്ള പദ്ധതികൾ, അങ്ങനെ ബൃഹത്തായ പദ്ധതികൾ ഇതിൽ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും CPM വലിയ ആത്മവിശ്വാസമാണ് അവരോട് സംസാരിക്കുമ്പോൾ പ്രകടിപ്പിക്കുന്നത്. KV സുമേഷിന് ഇനിയും ഒരു തുടർച്ചയുണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. എങ്ങനെയാണ് എതിർ സ്ഥാനാർത്ഥിയെ കാണുന്നത്? എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞാനൊന്നും പറയുന്നത് ശരിയല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇത് പൊളിറ്റിക്കൽ ഫൈറ്റാണ്. കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി സർക്കാർ അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ, അത് കേരളത്തിൽ പൊതുവിലുണ്ട്, അത് അഴീക്കോട് നിയോജക മണ്ഡലത്തിലുണ്ട്. അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്, സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള വികാരങ്ങളുണ്ട്, അത് CPMൻ്റെ അകത്തുണ്ട്. അതൊക്കെ അവർക്ക് അനുകൂലമായി വരുന്നത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഈ CPM അനുകൂല വോട്ടുകൾ കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ തീർച്ചയായും. ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം മതിയായി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ അവർ നിരവധിയുണ്ട് കേരളത്തിൽ, അഴീക്കോട് മണ്ഡലത്തിലുണ്ട്. കാരണം ഇനി ഒരു ഭരണം കൂടി പിണറായിയുടെ നേതൃത്വത്തിൽ വന്നാൽ അവർ കരുതുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവില്ല, ഇടതുപക്ഷവും ഉണ്ടാവില്ല. അപ്പോൾ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശാസ്യമല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ഇനി പിണറായി വരരുത്, അതിന് അഴീക്കോട് മണ്ഡലം ഉൾപ്പെടെ UDFൽ എത്തണം എന്ന് ചിന്തിക്കുന്ന നിരവധി കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. സ്വാഭാവികമായിട്ടും പഴയ സംസ്ഥാന വിദ്യാർത്ഥി നേതാക്കളാണ് ഇപ്പോൾ ഏറ്റുമുട്ടുന്നത്. അതിൻ്റെ ഒരു വെറും വാശി ഇവിടെ കാണാനുണ്ട്. തീർച്ചയായും ഞങ്ങൾ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരാണ്. അതിൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അത് സ്വാഭാവികം ഇവിടെ ഉണ്ടാവും. ആ പോരാട്ട രംഗത്ത് ഞങ്ങൾക്ക് വളരെ മെയ് 4 എന്തായിരിക്കും? മെയ് 4 UDF ജയിക്കും. സംശയമില്ല. അഴീക്കോട് മണ്ഡലത്തിൽ UDF ജയിക്കും. അപ്പോൾ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഓക്കെ, അബ്ദുൽ കരീം ചേലേരിയാണ്. അദ്ദേഹം വലിയ പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. അങ്ങനെ പ്രതീക്ഷ പങ്കുവെച്ച് കഴിഞ്ഞാൽ 1800 ദിന കർമ്മ പരിപാടി അഴീക്കോടിനായി താൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ക്യാമറ പേഴ്സൺ റിഷാദ് TK-ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.